ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, അധ്യാപകരെ, മറ്റു രക്ഷിതാക്കളെ, മറ്റു വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നിവിടെ സാക്ഷിയായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽകോട്ടക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽകോട്ടക്ക് മുകളിലെ സിംഹഗർജനം. റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ബിസ്മി തുടങ്ങിടും റബ്ബിൻ പുകളോടെ തുടങ്ങിടും ഞങ്ങൾ വീരപ്പുലിയുടെ കിടുനിവർത്തിടലായി കഥയുടെ സരവശങ്ങളും ഓതി പറഞ്ഞ് ചൊല്ലി സലാവത്തുന്ന സലമോദിടതി ധീരവീരണം തൈലമി തഞ്ഞു കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്. പാവനധീരന്റെ പാരമ്പര്യം കൊണ്ട് മോടിയണിഞ്ഞ ഭൂമിക. അവിടെ അൽസ് എന്ന പ്രദേശത്തെ ഗ്രാമനിവാസികൾ പുതിയൊരു പുലരിയെ വരവേൽക്കുന്ന തിരക്കിലാണ്. അകലെ ചക്രവാള സീമയിൽ എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ വിദൂരതയിൽ നിന്നും കുതിരപ്പുറത്ത് കുതിച്ചു വന്ന മനുഷ്യരൂപം ആൾക്കൂട്ടത്തിനടുത്തെത്തി. തൻ്റെ കുതിരയെ കടിഞ്ഞാണിട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണേ, ദൂതരാം റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് വീരനാം ഫൈറൂസ് എന്നോർക്കും കത്തുമായി വന്നതാണ്. ഹൃദയം തിരിച്ചിടുന്ന അത്ഭുതം വിടർത്തിരുന്ന ചന്ദ്രിമാറ്റുമപ്പിനാലെ സുമവദനം ആ കൽബ് തൂകിടുന്നു സൽവാർത്ത കേട്ട പാടേ. ദർശനം പിടിച്ചിടേ ചന്ദ്രിമപ്പാലെ വനം താരക പൂങ്കാനിയായി വിടർന്നിടവേ. ദർശനം പിടിച്ചിടേ ചന്ദ്രിമപ്പാലെ വദനം താരക പൂങ്കാനിയായി വിടർന്നിടവേ. ഞാൻ മദീനയിൽ നിന്നും വരുന്നു. പുണ്യ റസൂലിന്റെ വര്യനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആഗതൻ തന്റെ ആരാണ് ഫൈറൂസ് തലമി? ആഗതൻ ചോദിച്ചു. തളം കെട്ടി നിൽക്കുന്ന മൂകതക്കിടയിൽ നിന്നും ജനക്കൂട്ടത്തിൽ നിന്ന് സുന്ദരനും സുമകനും ആരോഗ്യ ദൃഢഗാജനുമായ യുവകോമളൻ മുന്നോട്ട് വന്നു. ആരാണ് ഫൈറൂസ് തലമി? അദ്ദേഹം ചോദിച്ചു. ആഗതൻ തൻ്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസിന് കൈമാറി. ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുത പരതന്ത്രനായി വിറക്കുന്ന കൈകളോടെ അകമൊന്ന് തുറന്ന് വായിക്കുകയാണ്. റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയതനിൽ സലാം അലൈക്കും. ആറ്റൽ റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയതനിൽ സലാം അലൈക്കും. ദീൻ സലാമിനായി വധിച്ചിടണം ക്രൂരൻ അസ്വദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൈറൂസ് തലമയ്ക്ക് മദീനയിൽ നിന്നും എഴുതുന്നത് എന്തെന്നാൽ, ഞാൻ അങ്ങയെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് തലമയുടെ അന്ത്യനാളങ്ങളിൽ 1000 അഗ്നിജ്വാലകൾ പണം വിടർത്തി. സുബ്ഹാനല്ലാഹ്, യമനിൻ്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വദ് എന്ന മികച്ച രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിൻ്റെ ഉള്ളടക്കം. തനിക്കതിന് സാധിക്കുമോ? അസ്വദിൻ്റെ പരിവാരങ്ങളെ തകർത്തു കറിയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കയ്യണം ഫൈറൂസ്, അതല്ലെങ്കിൽ താൻ എന്തിന് മുസ്ലിമാണെന്ന് പറയണം. ഫൈറൂസ് തലമയുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നും വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പറഞ്ഞു. എന്തോ തീരുമാനിച്ചതുപോലെ അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കുതിക്കുകയാണ്. ആത്മധൈര്യം വേറും കാട്ടി അടുത്ത് കേട്ടപാടെ ഫൈറൂസ് കുതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിരും മികവിനായി കൊതിച്ചാനെ. ആത്മധൈര്യം വേറും കാട്ടി ദേവിലമിയടുത്ത് കേട്ടപാടെ ഫൈറൂസ് കൊതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിരും മികവിനായി കൊതിച്ചാനെ. കൽബിൽ പൊഴിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം. കൽബിൽ പൊഴിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം.
അത്ഫൽ ഇൻസലാമിൽ തേടിടുന്നു റബ്ബിനാലെ റഹ്മാന ഇലൈക നദൂ ഐദിയനാ ഇലൈക നഫീസു അഖ്റിജനാ വഖിനാ മിൻ ശുറൂരി അഅദാഇനാ വഖിനാ മിൻ ശുറൂരി അഅദാഇനാ. തിങ്ങി നിൽക്കുന്ന ഈന്തപ്പഴത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽ കൂനകളെയും പിന്നിലാക്കി ഫൈറൂസ് സ്ഥലം കുതിക്കുകയാണ്. ശരവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പര ചുംബി, ആർക്കും ഭേദിക്കാനാവാത്ത ചെങ്കൽ കൊട്ടാരം, മുന്നിൽ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് ഉലാത്തുകയാണ് സായുധ സജ്ജരായ പാറാവുകാർ. ഇല്ല, ഈ പാറാവുകാരെ വെട്ടിച്ചുകൊണ്ട് കടക്കാനാവില്ല. രാത്രിയാവട്ടെ, ഫൈറൂസ് സലീം കാത്തിരിക്കുകയാണേ. ഇരുളിൻ പടർപ്പ് ആകെ പരക്കവേ തുടരെ ധൈര്യമി ഓടിയെടുക്കവേ ഇരുളിൻ പടർപ്പ് ആകെ പരക്കവേ തുടരെ ധൈര്യമി ഓടിയെടുക്കവേ ചാട് അടുത്തിട കുത്തു കൊടുത്തിട അസ്വദിൻ ചേതന ആകെ ചിതറിടേ ചാടി അടുത്തിട കുത്തു കൊടുത്തിട അസ്വദിൻ ചേതന ആകെ ചിതറിടേ. ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പായൽ മാറിടും അവർ ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പായൽ മാറിടും അവർ. പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. പള്ളി മിനാരങ്ങളിൽ നിന്നും മഗ്‌രിബ് ബാങ്ക് ഉയർന്നപ്പോൾ ഫൈറൂസ് നലമയുടെ ഹൃദയം ഇടിപ്പ് വർദ്ധിച്ചു. ഇരു കൈകളും നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. നാഥ, നിന്റെ ദീനിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി ഈ പാവം ഫൈറൂസ് ഇതാ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. റബ്ബേ, നീ സഹായം ചൊരിയണമേ റഹ്മാനെ. ഫൈറൂസ് സലമിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇരു തലമൂർച്ചയുള്ള കടാരയും കയ്യിലേന്തി പാറാവുകാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് ഫൈറൂസ് സലീം കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഗാഠനിദ്രയിലാണ്ട ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ കടാര കൊണ്ട് അസ്വദിന്റെ ശിരസിലേക്ക് ആഞ്ഞൊരു വെട്ട് തെറിച്ചു വീണ ശിരസ് കുന്തമുനയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിന് മുകളിൽ കയറി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീറൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പെട്ടെന്നാണ് അസ്വദിന്റെ ചേതനയച്ച ശിരസ് പാറാവുകാരുകൾക്കിടയിലേക്ക് തെറിച്ചു വീണത്. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകഴ് പാടിടാം ജനന സ്വരത്തിൽ വദയം ദിനമില് പരമതി കണ്ടൊരു സൈദരാം ധൈര്യമേ എന്നൊരു നായകരാം യമനിൽ മണ്ണിൽ ഉശിരോടെ കൽബിൽ നിറയും പൊലിവോടെ അലത്തിലല്ലാഹ് അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത് അലത്തിലല്ലാഹ് അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്. ഇതോടെ ഈ ചരിത്ര കഥാപ്രസംഗത്തിന് തിരശീല വീകുകയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Congratulations.